പക്ഷെ അതിനുശേഷം ഈ കൗൺസിലർ സ്ത്രീയാണ്, അവള് CPM-ന്റെ മുൻ കൗൺസിലറെയും മറ്റും അവിടെ പാർട്ടിക്കാരെ വിളിച്ച് എന്നെ മർദ്ദിക്കാനുണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തകരെ കൊണ്ട് ആ ഭാഗത്ത് ശാരീരികമായി മർദ്ദിച്ചു. അതിനു മുമ്പ് മോശമായിട്ടുള്ള വാക്കുകൾ വനിതാ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇവ ഇവിടെ നിപ്പോണ്ട്, ഇങ്ങോട്ട് വാ, ഇവനെ അടിക്കൂ, കേസ് കൊടുത്തിരുന്നു പോലീസിൽ. അതിന് ഞാൻ ഉടൻ തന്നെ സ്റ്റേഷനിൽ, കരമന പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുത്തപ്പോൾ എനിക്കുണ്ടായ അനുഭവം വളരെ ദയനീയമാണ്. അവര് കേസെടുക്കാൻ തയ്യാറാവുന്നില്ല. അവർക്ക് ഇവിടുന്ന് ഫോൺ കോളുകൾ വരുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയിട്ട് വരൂ. ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്ന ഞാൻ അറിയുന്നത് ഞാനൊരു സ്ത്രീ പീഡകരായി മാറി. CPM-ന്റെ പാർട്ടിക്കാർക്ക് നീതി ലഭിക്കുന്നുണ്ടാവും, കാര്യം അവർക്ക് ജോലി കിട്ടുന്നുണ്ട്, പഠിക്കേണ്ട, അവർക്ക് റാങ്ക് കിട്ടുന്നുണ്ട്. കേരളത്തിൽ ബാക്കിയുള്ളവരൊക്കെ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ ദുർഗാദാസ്. മലയാളം മിഷൻ ഖത്തർ കോർഡിനേറ്റർ ആയിരുന്ന ദുർഗാദാസ് ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു. ഖത്തറിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു. പല തലങ്ങളിലുള്ള ആക്രമണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. സർക്കാർ തലത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് പൊതുസമൂഹത്തിന് വേണ്ടി അദ്ദേഹം ഒരു നന്മ മാത്രം മുന്നിൽ കണ്ട ഒരു യജ്ഞത്തിന് ഇറങ്ങിത്തിരിച്ചപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറും കൗൺസിലറും ഒക്കെ അദ്ദേഹത്തോട് പെരുമാറിയ രീതി അത് നമ്മെ തികച്ചും ഭയപ്പെടുത്തുന്നതാണ്. ഡ്രൈവർ യദുവും മേയർ ആര്യയും തമ്മിലുള്ള തർക്കം മറ്റൊരു വഴിത്തിരിവിലെത്തിയത് മേയറുടെ ലൈംഗിക ചേഷ്ട എന്ന പ്രയോഗത്തിലൂടെയാണ്. ലൈംഗിക ചേഷ്ട ഒരുപക്ഷെ കോർപ്പറേഷൻ അവരുടെ വാക്കുകളിലേക്ക് കടന്നു വരുന്നത് ഇതാദ്യമല്ല എന്ന് ദുർഗാദാസിന്റെ അനുഭവം തെളിയിക്കും. കോർപ്പറേഷനിലെ ഒരു കൗൺസിലറുമായി ആശയഭിന്നതയുണ്ടായ ദുർഗാദാസിന് സംഭവിച്ച ഈ സംഭവം പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കണം. കൗൺസിലർ ദുർഗാദാസിനെ ഒരു ലൈംഗിക പീഡന കേസിലാണ് പിന്നീട് പെടുത്തിയത്. ആ കഥകളിലേക്ക് നമുക്ക് ദുർഗാദാസിന്റെ തന്നെ അനുഭവങ്ങളിലൂടെ വരാം. ഒരു ലൈംഗിക പീഡന കേസിൽ കൂടി അങ്ങ് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് ആദ്യം പ്രതികരിക്കാനുള്ളത്? കൗൺസിലറെ അങ്ങ് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവോ? കൗൺസിലർക്കെതിരെ എന്തെങ്കിലും കയ്യേറ്റങ്ങൾക്ക് ശ്രമിച്ചിരുന്നോ? എന്താണ് ഇങ്ങനെ തുടർ വിവാദങ്ങളിൽ പെടുന്നത്? ഇത് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു CPM എന്നുള്ള ഒരു സംഘടന ഒരു ഏകാധിപത്യം പോലെയാണ്. അവർക്കെതിരെ നമ്മൾ ആരും അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിൽ സംസാരിക്കാൻ പാടില്ല. അവരുടെ അഴിമതി വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മളൊന്ന് ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അതിനെതിരെ പറയുക, ഇത് നിങ്ങൾ ചെയ്തത് അഴിമതിയല്ലേ. നമ്മൾ ഈ റോഡിൽ അവർ കൊണ്ട് ചവറിട്ട് കഴിഞ്ഞാൽ ചോദിക്കും, ഇത് നീ ആരാടാ ചോദിക്കാൻ എന്നുള്ള രീതിയിലാണ്. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുപോലെ പറഞ്ഞതുപോലെ ഖത്തറിലെ ഒരു ഇഷ്യൂ ആയതിനു ശേഷം ഞാൻ നാട്ടിൽ നിൽക്കുകയായിരുന്നു. എൻ്റെ നാടിൻ്റെ മുമ്പിൽ, എൻ്റെ വീടിനടുത്ത് ഞാൻ കാണുന്നത് ഒരു 10-60-70 സെന്റോളം സ്ഥലം, അത് മുഴുവൻ കൈയടക്കി ചവറ് പരമ്പരാഗത പൂജപ്പുര ജയിലിന്റെ ഭാഗത്തുനിന്ന് പരമ്പരാഗതമായി ഒരു കനാൽ ഒഴുകിക്കൊണ്ടിരുന്നു. ആ കനാല് ഫ്ലാറ്റുകാർക്കും മറ്റ് ഉള്ള അവിടുത്തെ സ്വകാര്യ വ്യക്തികൾക്കും വേണ്ടി ഈ കൗൺസിലർ ഇടപെട്ടിട്ട് അവിടെ നിന്ന് എല്ലാ വീടുകളിൽ നിന്നും 300 രൂപ കൊടുത്ത് വീടുകളിൽ നിന്ന് എടുക്കുന്ന ചവറ് ഇതിനെ ഈ മാലിന്യത്തിന് സംസ്കരിക്കാൻ പ്ലാന്റിലാക്കിയാണ് കൊടുക്കേണ്ടത്. ആ പൈസ കൊടുക്കാതെ ഈ പൈസ ലാഭിക്കാൻ ഈ കൗൺസിലർ കനാലിൽ കൊണ്ടു തന്നു. പരമ്പരാഗതമായി ഒഴുകുന്ന കനാല് അപ്രത്യക്ഷമായി ആ ഭാഗത്ത്. ഈ അപ്രത്യക്ഷമായ കനാല് പിന്നെ അതിനുശേഷം അവർ ചെയ്യുന്നത് ഒരു വീടിന്റെ പൊക്കത്തിന് തന്നെ ഈ ചവറ് നിറഞ്ഞു കഴിഞ്ഞു. ഇത് മാരകമായ രോഗമായി, നാറ്റമായി, അവസാനം ഇറച്ചി വേസ്റ്റ്, മറ്റിടത്തു നിന്നുള്ള വേസ്റ്റുകൾ ഇതിനകത്ത് കൊണ്ടിടുകയാണ്. ഇത് ചോദിച്ചപ്പോ നീ ആരാ ഇവിടെ ചോദിക്കാൻ? കൗൺസിലർ, CPM കൗൺസിലർ അങ്ങോട്ട് ചോദിക്കില്ല. അത് CPM കൗൺസിലർ ഒരു സ്ത്രീയായി പോയത് കൊണ്ട് നമുക്ക് മറുത്തൊന്നും പറയാനും പറ്റുന്നില്ല. എന്നാൽ സ്വാഭാവികമായിട്ട് ഞാൻ അതിന് ഉള്ള പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നടപടി സ്വീകരിച്ച് സ്വകാര്യ വ്യക്തിയുടെ അടുത്ത് എത്രയും വേഗം അവിടെ ചവറിടാതിരിക്കാനുള്ള ബോർഡ് കെട്ടണോ, അങ്ങനെ തടഞ്ഞു. അപ്പൊ ഏതാണ്ട് ഞാനിത് നോക്കുമ്പോൾ ഈ ഒരു 1200-1800 വീടുകളിൽ നിന്നുള്ള 300 രൂപ വെച്ചുള്ള കളക്ട് ചെയ്തിട്ട് ഇതിലൊരു സമ്പാദ്യം കിട്ടിക്കൊണ്ടിരുന്നവർക്ക് പെട്ടെന്ന് നിൽക്കുന്നു. അതിനുശേഷം നമ്മൾ അതിനകത്ത് കാണുന്നത് മുഖ്യമന്ത്രിയുടെ ഈ റോഡ് പുനരുദ്ധാരണ പദ്ധതി ഉപയോഗിച്ച് 9 ലക്ഷം രൂപ
അവിടെ ഒരു വെച്ചൊരു റോഡ് ഉണ്ടാക്കി, മണ്ണിട്ട് നികത്തി റോഡ് ഉണ്ടാക്കുക, ടാർ ചെയ്ത്. ടാർ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. കനാൽ റോഡാവുന്ന ഒരു അത്ഭുത വിദ്യ, അതാണ് കൗൺസിലറോടെ കാട്ടിയത്. അപ്പൊ ഈ റോഡ്, ഈ ബോർഡ് സാധനം എടുത്ത് ഞാനിത് വിജിലൻസിൽ കൊടുത്തു, കോർപ്പറേഷനിൽ പരാതി കൊടുത്തു, ഇത് മീഡിയകളും മറ്റും. അപ്പൊ ഇരുവശത്തുമുള്ള ഭൂമി ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് യഥേഷ്ടം ഉപയോഗിക്കാം. 10-20 സെന്റ് റോഡ് ഇങ്ങനെ വിശാലമായിട്ട് മുന്നോട്ട് ഉണ്ടാകും. അപ്പം ഇതിനെ ചോദ്യം ചെയ്ത് ഇതിനെ കൊടുത്തപ്പോ അന്വേഷണം തുടങ്ങിയപ്പോഴത്തേക്കും ഇവര് ദേഷ്യമായി. അതേ സമയം തന്നെയാണ് ഇവര് കിള്ളിയാറ്, നമ്മളെ തിരുവനന്തപുരത്ത് വെള്ളത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന സ്ഥലമാണ്. ഈ കിള്ളിയാറ് കയ്യേറി ഒരു ചെറിയൊരു റോഡ് കെട്ടാനുള്ള പരിപാടി ചെയ്തു. അതിനൊരു 65 ലക്ഷം രൂപ കോർപ്പറേഷനിൽ നിന്ന് മേയർ അനുവദിച്ചു കൊടുത്തു, സാങ്ഷൻ ചെയ്തു കൊടുത്തു. അതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ പരാതി കൊടുത്തു, കളക്ടറിന്റെ അവിടെ പരാതി കൊടുത്തു. അവർ ചോദ്യം ചെയ്ത് വന്നപ്പോ ഇതിന് അനുമതി വാങ്ങിച്ചിരിക്കുന്നത് ഭിത്തി ഉറപ്പിക്കാൻ എന്ന രീതിയിലാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു അഴിമതി കണ്ടാൽ പ്രതിഷേധിക്കാതിരിക്കാൻ അങ്ങേക്ക് കഴിയില്ല. എന്റെ ധാർമ്മിക രോഷം എന്ന് പറഞ്ഞാൽ, ഒന്ന് അതിലുണ്ടായത് നമ്മൾ ഭാവി തലമുറയെ കൂടെ നമ്മളൊരു ഉദ്ദേശിക്കുന്നു. ഒന്ന്, രണ്ടാമത്തെ കാര്യം, അവിടെ തന്നെ ഒരു കുടുംബം, ഞാൻ അവിടെ പോയപ്പോൾ അവരുടെ വീട്ടിൽ ഗൾഫിൽ അവരുടെ റിലേറ്റീവ്, ഇതോടെ കൗൺസിലർ അങ്ങയുടെ വലിയ ശത്രുവായി മാറി. വലിയ ശത്രുവായി. കാര്യം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ അമ്മ ക്യാൻസറാണ്. ഈ മോനേതാണ്ട് ഈ ജനൽ തുറക്കാൻ പറ്റുന്നില്ല, തുറന്നു കാണിച്ചപ്പോൾ ഇത്രയ്ക്കുള്ള വലിയ ഈച്ചകളാണ് വരുന്നത്. അപ്പൊ അതൊരു പ്രശ്നം, ഇതെന്താ ഇങ്ങനെ ചവർ ഇടുന്നതിന് ആരും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പം നോക്കിയപ്പോൾ അവിടെ ഒരു ജനകീയ പ്രതിരോധ സമിതി ഒരു സമരം നടത്തി ഇതിനെതിരെ കോടതി വിധി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അതും ഫലം കണ്ടില്ല. അതിനുശേഷമാണ് ഒരു 6 ദിവസമായിട്ട് വെള്ളമില്ല, കുടിവെള്ളമില്ല. കുടിവെള്ളം ഇല്ലാത്തത് ജനങ്ങൾ ഒത്ത് ഞാൻ അവിടെ നിൽക്കുമ്പോൾ MLA വന്നു, കുടിവെള്ളത്തിന്റെ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഈ കൗൺസിലർ സ്ത്രീയാണ്, അവള് CPM-ന്റെ മുൻ കൗൺസിലറെയും മറ്റും അവിടെ പാർട്ടിക്കാരെ വിളിച്ച് എന്നെ മർദ്ദിക്കാനുണ്ടായത്. പാർട്ടി പ്രവർത്തകരെ കൊണ്ട് ഭാഗത്ത് ശാരീരികമായി മർദ്ദിച്ചു. അതിനു മുമ്പ് മോശമായിട്ടുള്ള വാക്കുകൾ വനിതാ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇവ ഇവിടെ നിപ്പോണ്ട്, ഇങ്ങോട്ട് വാ, ഇവനെ അടിക്കൂ, കേസ് കൊടുത്തിരുന്നു പോലീസിൽ. അതിന് ഞാൻ ഉടൻ തന്നെ സ്റ്റേഷനിൽ, കരമന പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുത്തപ്പോൾ എനിക്കുണ്ടായ അനുഭവം വളരെ ദയനീയമാണ്. അവര് കേസെടുക്കാൻ തയ്യാറാവുന്നില്ല. അവർക്ക് ഇവിടുന്ന് ഫോൺ കോളുകൾ വരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയിട്ട് വരൂ. ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്ന ഞാൻ അറിയുന്നത് ഞാനൊരു സ്ത്രീ പീഡകരായി മാറി. കൗൺസിലറെ പീഡിപ്പിച്ചു. അവർ എഴുതി വെച്ചിരിക്കുന്ന FIR കൊടുത്തിരിക്കുന്ന വാർത്തകൾ നമുക്ക് ചാനലുകളിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള റോഡിൽ വെച്ച് ഇത്രയും ഞാൻ എങ്ങനെ പീഡിപ്പിക്കാം? ഇത്രയും ആളുകളുടെ മുന്നിൽ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയ മിന്നൽ വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ഒരാള് ഇവരുടെ മേയർ, ഇവരുടെ കൗൺസിലറുടെ നേതാവിനെ പീഡിപ്പിക്കുമെങ്കിൽ ഈ കൗൺസിലർ ഇതിനങ്ങ് വിശ്വസിക്കുന്നത് മേയറുടെ ഉൾപ്പെടെ പിന്തുണയുണ്ട് എന്നാണോ? മേയർ ഉൾപ്പെടെയുള്ള പിന്തുണ. കാര്യം മേയർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഈ കോർപ്പറേഷനിൽ ഒരു ഗുണ്ടാ ഭരണമാണ് നടക്കുന്നത്. അതില് അഴിമതി എന്തും ചെയ്യാം, ആരും ചോദ്യം ചെയ്യാൻ. ചെറുപ്പക്കാരിയായ ഒരു മേയറാണ്. വളരെ നമുക്ക് അതിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാര്യം ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഈ ഒരു മേയർ വരുമ്പോൾ അനന്തപുരി, തിരുവനന്തപുരം നഗരത്തിന് എപ്പോഴും ഒരു യുവത്വത്തിൻ്റെതായ ഒരു ഇത് കിട്ടും. പക്ഷെ ഞാൻ അന്ന് രാത്രി തന്നെ മേയർ കൗൺസിലറിന്റെ വീട്ടിൽ വരുന്നു, കൗൺസിലർ ആശ്രയിക്കുന്നു. ഇവനെ എതിരെ അതൊരു ലൈംഗിക പീഡനം നടന്ന, ലൈംഗിക പീഡനത്തിനിരയായ കൗൺസിലറാണ്. അതായിരിക്കും മേയർ അവിടെ എത്തിയത്. മേയർ എത്തണതിന്റെ അവിടുത്തെ മുൻ കൗൺസിലർ കൂടെ തന്നെ ഉണ്ട്. ഇത് ജാമ്യമില്ലാ വകുപ്പല്ലേ? ജാമ്യമില്ലാ വകുപ്പായി എനിക്ക് 10-15 ദിവസം എന്റെ വീട്ടിൽ കയറാൻ പറ്റിയില്ല, എന്റെ മക്കളെ കാണാൻ പറ്റിയില്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം ഞാൻ പിന്നെ എനിക്ക് ജില്ലാ കോടതിയിൽ നിന്നാണ് ജാമ്യം. വല്ലാതെ പതറിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ പ്രവാസിയായിരുന്നു, ഇവിടെ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം? ജയിലിലൊക്കെ ചെന്നാല് ഈ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ജയിലാണ്. എന്റെ അടുത്ത് എന്നെ പല ആളുകൾ പറഞ്ഞത് 36 ദിവസത്തോളം നിന്നെ ജയിലിനകത്തിട്ട് ഇടിച്ച് ഇനി വെളിയിറങ്ങി കഴിഞ്ഞാൽ ഈ കൗൺസിലർക്കെതിരെ ഒന്നും മിണ്ടാത്ത രീതിയിലാക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ വളരെ പേടിച്ചു. കാര്യം എന്താണ്, നമ്മളൊരു 10-18 വർഷം നാട്ടിലില്ലായിരുന്നു. അപ്പൊ മേയർക്കും കൗൺസിലർക്കും എതിരെ പ്രത്യേകിച്ച് പ്രതികരണവുമായി ജനം പുറത്തിറങ്ങരുത്. ജനം പുറത്തിറങ്ങുന്ന വെച്ചാൽ എന്റെ അഭിപ്രായത്തില് ഈ നിരവധി ആളുകൾ കാണും ഈ പറയാത്തത്. പല ആളുകളും പുറത്ത് പറയാത്തത്. ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഇടയ്ക്ക് വന്നു എന്ന് പറഞ്ഞു, ഇതുപോലെ പറയാത്ത പല ആളുകളും കാണും. കാര്യം ഇവർക്കെതിരെ സംസാരിച്ചാൽ അറിയാലോ, സുരേഷ് ഗോപി പോലെ അവര് ആദ്യം കൊടുക്കുന്ന പീഡനമാണ് സ്ത്രീ പീഡനം. ആ ഒരു സെക്ഷൻ ഇവർക്ക് വേണ്ടിയായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അല്ല, അതില് അങ്ങയുടെ ഈ സംഘപരിവാർ അനുഭാവം
പ്രവർത്തനങ്ങൾ അത് വല്ലതും കാരണമാണോ? അതൊരു കാരണമാണ്. കാര്യം ഈ ഒരു ഇടക്കാലത്താണ് എന്നെ പാർട്ടി ഒരു ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എനിക്കൊരു ചുമതല BJP-യുടെ ചാല ഏരിയ സെക്രട്ടറി എന്നുള്ളത്. അപ്പം ഇതൊരു ഒതുക്കലിന്റെ ഭാഗം കൂടിയാണ്. അവർക്കൊരു പെട്ടെന്ന് അത് എത്രയും പെട്ടെന്ന് ഇവനെ കൂടുതൽ മുന്നോട്ട് പ്രവർത്തനത്തിൽ കൊണ്ടുവരരുത് എന്നുള്ള ഒരു കള്ളക്കേസ് കൊടുത്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് അങ്ങ് അതിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നില്ല? പൊതുനിരത്തിൽ വെച്ച് ഒരു ലൈംഗിക പീഡനത്തിന് ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങേക്ക് കോടതിയെ ഞാനിപ്പോ പ്രൈവറ്റ് പെറ്റീഷന് വേണ്ടി കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് പെറ്റീഷന് എല്ലാ പേപ്പറും കാര്യങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞു. വക്കീല് അതിന്റെ പഠനം നടത്തി. ഇപ്പം പ്രധാനമായിട്ടും നമുക്ക് സാക്ഷികളാണ് പല ആളുകളും വരാൻ തയ്യാറില്ല. കാര്യം എല്ലാവരുടെ വീടുകളിലും ഇവര് കയറി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. കൗൺസിലറുടെ അധാർമികതയ്ക്കെതിരെ കൗൺസിലറുടെ നേതൃത്വത്തിൽ നടന്ന ഒരു അഴിമതിക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ഒരാളെ പാർട്ടി പ്രവർത്തകരെ, പാർട്ടി ഗുണ്ടകളെ കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുന്നു. അതിനുശേഷം ലൈംഗിക പീഡന കേസിൽ പെടുത്തുന്നു. അങ്ങേപോലെ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇതാണ് ഗതിയെങ്കിൽ സാധാരണക്കാരുടെ ഗതി എന്താ? സാധാരണക്കാരനെയാണ് നമ്മളിപ്പോ കാണുന്നത്. ഒരു പാവപ്പെട്ട ഒരു ഡ്രൈവറിനെ പോലും അയാൾക്ക് ഒരു പാർട്ടി ബന്ധമില്ലാത്ത ഒരാളാണ്. സാധാരണ ഒരു പാർട്ടി പോലീസ് ചോദ്യം ചെയ്യാനായി തൂക്കിയെടുത്തിട്ടുണ്ട്. അയാളെ ഇനി തൂക്കിക്കൊല്ലാനുള്ള വകുപ്പുകളായിരിക്കും ഇവിടെ പെടുത്തുന്നത്. അപ്പം ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല എന്റെ വീടിന്റെ മുന്നിലാണ് ഇപ്പം മലിനജലം, ഓടയിൽ നിന്ന് മലിനജലം എന്റെ വീടിന്റെ നടവ് എത്തിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യണം. ഈ കൗൺസിലർ ബ്ലോക്ക് ചെയ്തിട്ട് എന്റെ വീടിന്റെ മുമ്പിൽ കൂടെ ഒഴുക്കി വിടുകയാണ്. ദുർഗാദാസുമായി മുമ്പൊരിക്കൽ ഞാനൊരു അഭിമുഖം നടത്തിയിരുന്നു. അദ്ദേഹത്തെ ഖത്തറിൽ നിന്ന് ചില പ്രശ്നങ്ങളുടെ പേരിൽ കേരളത്തിലെത്തി ഇവിടെ കുടുങ്ങിപ്പോയ അവസരത്തിൽ അന്ന് കെവിൻ പീറ്ററുമായി അങ്ങ് നടത്തിയ ഒരു സംവാദം, ആ സംവാദത്തിൽ ചില സത്യങ്ങളൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞിരുന്നു. അതിനെതിരെ പല സംഘടനകൾ ചില വർഗീയ നിറം കലർത്തി അതിനെ കൂടുതൽ പൊലിപ്പിച്ച് ആംപ്ലിഫൈ ചെയ്ത് അവതരിപ്പിക്കുകയും അങ്ങേക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ എന്തെങ്കിലും തുടർചലനങ്ങൾ ഇപ്പോഴും ഉണ്ടോ? തുടർചലനങ്ങള് നിരന്തരം ഭീഷണിയാണ്. കൊന്നുകളയും. ആരുടെ ഭാഗത്തുനിന്ന്? മറ്റേ ഈ SDP അല്ലെങ്കിൽ ഇങ്ങനെ മറ്റ് പോപ്പുലർ ഫ്രണ്ട് അങ്ങനെയുള്ള സംഘടനകളെ ഭാഗത്തുനിന്ന്. അന്ന് അങ്ങ് യുവതികളെ വിദേശത്തേക്ക് തീവ്രവാദത്തിനല്ല, തീവ്രവാദികൾക്കുള്ള ലൈംഗിക സേവയ്ക്കായിട്ട് കൊണ്ടുപോകുന്നെന്ന് കെവിൻ പീറ്റർ അദ്ദേഹവും പുന്നയ്ക്കൽ നമ്മള് സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ അവരൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം സത്യമാണോ? അതിന് ഞാൻ ഖത്തറിൽ നിന്നാണ് വരുന്നത്, അതിന് എന്തുമാത്രം നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാര്യം അദ്ദേഹം കാസ എന്ന് പറഞ്ഞ സംഘടനയുടെ അധ്യക്ഷനായതുകൊണ്ട് അദ്ദേഹത്തെ ചോദിച്ചാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടിയും പറഞ്ഞു. കാര്യം ഖത്തർ എന്നുള്ള സ്ഥലത്ത് ഇപ്പോ ഒരു ഉണ്ടക്കണ്ണൻ എന്നുള്ള ഒരു സംഘടന, ഒരു കള്ള സംഘടന ഉണ്ടാക്കിയിട്ട് അയാള് നഴ്സുമാരെ സഹായിക്കുന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ ബന്ധുവാണ് നഴ്സിംഗ് സംഘടനയുടെ അവിടുത്തെ പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ നടത്തുന്നത്. ഞാൻ മനസ്സിലാക്കിയപ്പം ഇവിടെ കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തതും അദ്ദേഹം തന്നെയാണ്. അവരുടെ സംഘടന വഴിയാണ് പരാതി കൊടുത്തത്. പിന്നീട് നമ്മുടെ മലയാളം മിഷൻ കോർഡിനേറ്റർ സ്ഥാനം മുരുകൻ കാട്ടാക്കട എന്നെ വിളിച്ച് പറയുന്നു, സാർ വേറെ നിവൃത്തിയില്ല, കാര്യം താങ്കളാണ് അവിടെ ഈ മലയാളം മിഷന്റെ പ്രവർത്തനം തുടങ്ങിയത്. കാര്യം ഏതാണ്ട് 175ഓളം കുട്ടികളെ സൗജന്യമായിട്ട് ഞാൻ മലയാളം പഠിപ്പിച്ചുകൊണ്ട് ഇരുന്നു. അതിന്റെ ഒരു സിസ്റ്റമാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അത്രയും പ്രഷറാണ്. പിന്നീട് ഖത്തറിലേക്ക് എന്തുകൊണ്ട് മടങ്ങിപ്പോകാൻ കഴിഞ്ഞില്ല? എന്റെ കമ്പനി എന്നെ പിരിച്ചുവിട്ടു. അവർ പറഞ്ഞു ഇനി തിരികെ വരണ്ട. ഇവിടെ നിന്നുള്ള ഇത്തരം സംഘടനകളുടെ സമ്മർദ്ദം. അതെ, അവര് പറഞ്ഞ വന്നു കഴിഞ്ഞാൽ ഈ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയും, കൊന്നുകളയും, അല്ലെങ്കിൽ വേറെ ജയിലിനാക്കും, അങ്ങനെയുള്ള ഭീഷണികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും എന്റെ ഒരു ഫേസ്ബുക്ക് തന്നെ ഒരു 10-18 ബ്ലോക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം ഓപ്പണായി. പിന്നെ അതിൽ കൂടെ മെസ്സേജുകൾ വരികയാണ് ഇങ്ങനെ കൊന്നുകളയും. എല്ലാം ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ. സത്യം. അതായത് നമ്മളൊരു കാര്യം, നമുക്കിപ്പോ സാധാരണക്കാരന് ഇവിടെ ഒരു പ്രതികരിക്കാൻ പറ്റാത്തൊരു നാടായി മാറിയിരിക്കുകയാണ് നമ്മളുടെ കാര്യം. ഇത്തരം നമുക്ക് എന്തെങ്കിലും ഒരു ചാനലുകൾ മാത്രമാണ്. ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അതെ, ഇത് നമ്മൾ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം മാത്രമാണ്. അതെ. അപ്പോൾ നരേന്ദ്രമോദി ഭരിക്കുന്ന ആ പാർട്ടിയുടെ ഒരു പ്രതിനിധിയാണ് അങ്ങേക്ക് പോലും ആശയപ്രചരണത്തിനുള്ള ഒരു ധൈര്യമില്ലെങ്കിൽ സാധാരണക്കാരുടെ സ്ഥിതി എന്താണ്? നമുക്ക് പോലും ഒരു ഈ നാട്ടിലൊരു പ്രതികരിച്ചു കഴിഞ്ഞാൽ പ്രതികരിച്ച അവസ്ഥ ഇങ്ങനെയാണ്. ഏതാണ്ട് ഇപ്പം സാർ നമ്മളെ ഈ ചാനലിൽ തന്നെ ഞാൻ വന്നിപ്പോ 2 കൊല്ലത്തോളം, ഈ മാസം, ഇന്ന് മെയ് മാസമാണ് കറക്റ്റ്. ഈ മെയ് മാസത്തില് നമ്മൾ 2022 മെയ്യിലാണ് അന്ന് ആദ്യം കണ്ടിരുന്നത്. അതിനുശേഷം നമുക്കിപ്പോ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ഇദ്ദേഹം ഇപ്പൊ കേന്ദ്ര സർക്കാർ
ഭരിക്കുന്ന ഒരിത് ഉണ്ടായിട്ട് പോലും നമുക്ക് അതിൻ്റെതായ ഒരു നീതി ലഭിക്കുന്നില്ല. അതൊരു വല്ലാത്തൊരു. കേരളത്തിലെ ഓരോ സാധാരണക്കാരന്റെയും ഒരു പ്രതികരണത്തിന്റെ ഒരു ഭാഗമാണോ ഇത്? നീതി ലഭിക്കുന്നില്ല, പാർട്ടിക്കാർക്ക് മാത്രമാണ് ഇവിടെ നീതി ലഭിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ രാജ്യമാണിത്? ഇത് പറയുകയാണെങ്കിൽ ഇപ്പം CPM പാർട്ടിക്കാർക്ക് നീതി ലഭിക്കുന്നുണ്ടാവും. കാര്യം അവർക്ക് ജോലി കിട്ടുന്നുണ്ട്, പഠിക്കേണ്ട, അവർക്ക് റാങ്ക് കിട്ടുന്നുണ്ട്. കേരളത്തിൽ ബാക്കിയുള്ളവരൊക്കെ പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾ ആ പാർട്ടി നേതാക്കൾ പറയുന്നത് കേട്ട് ഞാൻ അവര് പാർട്ടി നേതാക്കൾ പറയുന്ന കേട്ട് പോയാൽ എന്റെ വീടിന്റെ മുമ്പിൽ മലിനജലം ഒഴിക്കൂടില്ല, വേസ്റ്റ് എല്ലാ വേസ്റ്റുകളും ഇപ്പൊ കൊണ്ട് എന്റെ വീട്ടിന്റെ മുമ്പ് കവർ കൊണ്ട് എറിഞ്ഞിട്ട് പോവാണ്. അതിനെതിരെ പരാതി കൊടുത്തു. ഇപ്പൊ അതിന് റെയിൽവേയും കോർപ്പറേഷനും നടപടി സ്വീകരിക്കുക. ഒരു വൈരാഗ്യത്തിന്റെ പുറത്ത് നമ്മൾ വഴി നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് ചോദിച്ചാൽ അയാൾ പറയണത് എന്തോ ഭ്രാന്തനെന്ന്. ഈ ഭ്രാന്തന്റെ ഒക്കെ വാക്കുകൾ കേൾക്കേണ്ട ആവശ്യമില്ല, ഇവനൊക്കെ ഭ്രാന്തനാണ് എന്നാണ് ഒരു പഴയ പ്രയോഗം DYFI നേതാവ് പറയണ. അവൻ ഒരു ഭ്രാന്തനാണ്, അവൻ പറയണെന്ന് കേൾക്കണ്ട, ചവർ കൊണ്ടിടൂ എന്നാണ് പറയണത്. അങ്ങനത്തെ ഒരു ഭയമുണ്ടോ? ഭയമുണ്ട്. കാര്യം കുടുംബത്തിൽ വൈഫും കുട്ടികളും ഒക്കെ വളരെ പേടിച്ചിട്ടാണ്. കാര്യം ഇനി ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രതികരിക്കരുത് എന്ന് കുടുംബം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? അതെ, കുടുംബം മാത്രമല്ല, കുടുംബത്തിലെ മറ്റ് സുഹൃത്തുക്കളെല്ലാം ഗൾഫിൽ നിന്നൊക്കെ നിരവധി പേര് വിളിക്കുന്നുണ്ട്, വേറെ രാജ്യങ്ങളിലേക്ക് വരാൻ പറയുന്നുണ്ട്. എന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യം പോകുന്ന കാര്യം. ജീവനൊക്കെ ഒരു ഭീഷണിയായപ്പോ ദിവസം തോറുന്നു ഓരോ ഭീഷണികൾ കൂടെയാണ്. നമ്മുടെ സമൂഹത്തിൽ പ്രതികരിക്കുന്ന ഒരു യുവാവിന്, ഒരു നേതാവിന് സംഭവിച്ച ദുർഗതിയാണ് ദുർഗാദാസ് വിവരിക്കുന്നത്. ഒരു കോർപ്പറേഷൻ കൗൺസിലർ നോക്കിയാൽ പോലും ഒരാളുടെ ജീവിതം എത്രത്തോളം താറുമാറാക്കാം എന്നതിന്റെ കൃത്യമായ ഒരു സാക്ഷ്യപത്രമാണ് ദുർഗാദാസ് നമുക്ക് മുന്നിൽ നിരത്തിയത്. ഇനിയുള്ള അങ്ങയുടെ പൊതുപ്രവർത്തനം ഏത് തരത്തിലാവും? സംഘടനാ ബലമുണ്ടങ്ങേക്ക്, പൊതുരംഗത്ത് പ്രവർത്തിച്ച അനുഭവ സമ്പത്തുണ്ട്, ഖത്തർ പോലൊരു വിദേശ രാജ്യത്ത് വർഷങ്ങളോളം ജോലിയെടുത്ത് നേടിയ വലിയ അനുഭവ സമ്പത്തും അങ്ങേക്ക് കൂട്ടായുണ്ട്. എന്നിട്ടും കേരളത്തിൽ ജീവിക്കാൻ, കേരളത്തിൽ പ്രവർത്തിക്കാൻ, പ്രതികരിക്കാൻ, ആശയ സംവാദങ്ങൾ നടത്താൻ ഭയമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അങ്ങ് അർത്ഥമാക്കുന്നത്? അർത്ഥമാക്കുന്ന വെച്ചാൽ സാധാരണക്കാരന് കാര്യം നമ്മളിപ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ +2 റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങള് +2 കുട്ടികളുടെ അടുത്ത് പോയി ചോദിച്ചാൽ പോലും അവരാദ്യം പറയുന്നത് കേരളത്തിൽ അവർക്ക് നിൽക്കാൻ താല്പര്യമില്ല. കാര്യം ഇവിടെ അവരുടെ ജീവനും സ്വത്തിനും എല്ലാം ഭീഷണിയാണ്. അവർ സുരക്ഷിതമായ താവളങ്ങൾ കാണുന്നത് വേറെ രാജ്യങ്ങളിലോട്ടാണ്. അപ്പൊ അത് പൊതുവേ ഒരു കാര്യം. അവരുടെ പാർട്ടിയുടെ ചില നയങ്ങളുമുണ്ട്. പാർട്ടിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കറിയില്ല ഈ ഇന്റർവ്യൂവിന് പുറത്തോട്ട് വരൂ, ഈ ചാനലിനും എന്തെങ്കിലും പ്രശ്നമാവൂ. കാര്യം ആ രീതിയിലൊരു ഭീഷണിയുടെ പുറത്താണ് നമ്മൾ ഓരോ ചെറുപ്പക്കാരും നിൽക്കുന്നത്. കാര്യം അത്തരം ഒരു നാടായി മാറിക്കഴിഞ്ഞിരിക്കുക. ദുർഗാദാസിന്റെ ജീവിതം ഒരു ഓർമ്മപ്പെടുത്തലാണ്. വളരെ നന്ദി. നമസ്കാരം.